സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതിൻ്റെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഞാനത് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണത് വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം. അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം. അപ്പോൾ സമാധാന ചർച്ചകളുടെ സ്വർണ്ണവില എന്തായിട്ടുണ്ട്? അത് തരിപ്പണമായിട്ടുണ്ട്. നമ്മൾ രാവിലെ തന്നെ നൽകിയതാണ് പുലർച്ചെ മുതൽ അതിൻ്റെ സൂചന. അപ്പോൾ ഗോൾഡ് മറ്റേ കിലുക്കത്തിൽ പറയുന്നുണ്ടല്ലോ, അതിൽ സിനിമ നടി അധികമൊന്നുമില്ല, ഇതേ ഞാൻ പൊട്ടിച്ചിട്ടുള്ളൂ പറഞ്ഞല്ലോ, അതേപോലെ ഇതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിനാ അവരിനോട് ഇങ്ങനെ ചെയ്തു തരുന്നത്. അധികമൊന്നുമില്ല. $40 ഇടിവ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഇപ്പോൾ തന്നെ ഗോൾഡ് ഉണ്ടായിട്ടുണ്ട്. $2675 ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില താഴേക്ക് വന്നിട്ടുണ്ട്, കുറഞ്ഞാണ്ട് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഗ്രാമിന് 100 രൂപ അങ്ങോട്ട് കുറഞ്ഞ് 7300 നിന്ന് 7200 മാറി. പവന് 800 രൂപയും കുറഞ്ഞ് 58,400 നിന്നും 57,600 മാറിയിട്ടുണ്ട്. ഓക്കെ, എന്താ പറഞ്ഞു വെച്ചാൽ സമാധാന ചർച്ച ഇസ്രായേൽ ഒരു എഗ്രിമെൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അവർ തീരുമാനം എടുത്തിട്ടുണ്ട്. പൊതുവെ ഇസ്രായേലും കൂടി എന്തായിട്ടില്ല, ഒരു ഡീലിലേക്ക് ആയിട്ടില്ല. നേരെ മറിച്ച് ഹിസ്ബുള്ള ഇസ്രായേൽ US ലെബനോണത്തെ കാര്യങ്ങൾ സെറ്റിലാവാൻ വേണ്ടിയിട്ട് ഒരു എഗ്രിമെൻറ്റിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് US അത് റിപ്പോർട്ട് വരുന്നുണ്ട്. ഇസ്രായേൽ ന്യൂസ് പേപ്പർ ഇങ്ങനെ കുറേ നമ്മൾ കണ്ടതാണ്. പിന്നെ ഹിസ്ബുള്ള ഒരുപാട് 340ഓളം മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേലിലേക്ക് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ ഇപ്പോഴും എന്തായിട്ടുണ്ട്, ഇവിടെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ലെബനോണിൽ സെൻട്രൽ ക്യാപിറ്റൽ ഓഫ് ലെബനോണിലേക്കൊക്കെ അറ്റാക്ക് പോയിട്ടുണ്ട്.